ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു KL01 വേൾഡ് ഓഫ് നോളജ് PSC ക്ലാസ്സുകളിലേക്ക് ഏവർക്കും സ്വാഗതം. എക്കണോമിക്സ് എന്ന സബ്ജക്റ്റ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് നബാർഡ് ബാങ്കിനെ കുറിച്ചൊക്കെയാണ് കഴിഞ്ഞ ദിവസം ക്ലാസ്സുകളിൽ നമ്മൾ അവസാനമായി നോക്കിയത്. അപ്പൊ അതിന്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് നമുക്ക് പോകാം നമ്മുടെ ക്ലാസ്സിലേക്ക്. ഇന്ത്യയിലെ ഓരോ ജില്ലകളുടെയും വികസനത്തിനായി RBI ഒരു ബാങ്കിനെ, അത് പൊതുമേഖലയോ സ്വകാര്യ മേഖലയോ ആവാം, ലീഡ് ബാങ്ക് ആയിട്ട് തിരഞ്ഞെടുക്കുന്നു. ലീഡ് ബാങ്ക് സ്കീമാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. അപ്പോ ഇന്ത്യയിലെ ഓരോ ജില്ലകളുടെയും വികസനത്തിനായി RBI ഒരു ബാങ്കിനെ ചുമതലപ്പെടുത്തുന്നു, ലീഡ് ബാങ്കായി തിരഞ്ഞെടുക്കുന്നു. ഓക്കെ, ലീഡ് ബാങ്ക് സ്കീം നിർദ്ദേശിച്ച RBI സ്റ്റഡി ഗ്രൂപ്പിന്റെ തലവനാണ് പ്രൊഫസർ DR ഗാഡ്ഗിൽ. ഇപ്പൊ ലീഡ് ബാങ്ക് സ്കീം അത് നിർദ്ദേശിച്ച ഈ RBI ഗ്രൂപ്പിന്റെ അല്ലെങ്കിൽ സ്റ്റഡി ഗ്രൂപ്പിന്റെ തലവനാണ് പ്രൊഫസർ DR ഗാഡ്ഗിൽ. ലീഡ് ബാങ്ക് സ്കീം RBI നടപ്പിലാക്കിയത് 1969 ഡിസംബറിനാണ്. ലീഡ് ബാങ്ക് സ്കീം RBI നടപ്പിലാക്കിയത് 1969 ഡിസംബർ. ജില്ലകളും ലീഡ് ബാങ്കുകളും: തിരുവനന്തപുരം ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ആണ് ലീഡ് ബാങ്ക്. കൊല്ലം ഇന്ത്യൻ ബാങ്ക് ആണ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം നമ്മുടെ SBI സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ലീഡ് ബാങ്ക്. ഇടുക്കി, എറണാകുളം യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് കാനറ ബാങ്ക്. കണ്ണൂർ, കാസർഗോഡ് സിൻഡിക്കേറ്റ് ബാങ്ക് ആണ്. ഇനി ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളെ പറ്റി നമുക്ക് നോക്കിയേക്കാം. ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ ധനകാര്യ രംഗത്ത് പ്രവർത്തിക്കുകയും ബാങ്ക് നൽകുന്ന എല്ലാ ധർമ്മങ്ങളും നിർവഹിക്കാതിരിക്കുകയും ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ. 1956 കമ്പനി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ളവയാണ് ബാങ്കിതര ധനകാര്യ കമ്പനികൾ. ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങളുടെ അടിസ്ഥാന ധർമ്മങ്ങൾ: നിക്ഷേപങ്ങൾ സ്വീകരിക്കുക, വായ്പകൾ നൽകുക. ബാങ്കിതര ധനകാര്യ കമ്പനികൾക്ക് ഉദാഹരണങ്ങളാണ് മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ, പിന്നെ ഇൻഷുറൻസ് കമ്പനികൾ, കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് KSFE തുടങ്ങിയവ. ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾക്കുള്ള ഓംബുഡ്സ്മാൻ സ്കീം നിലവിൽ വന്നത് 2018 ഫെബ്രുവരി 23-നാണ്. ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾക്കുള്ള ഓംബുഡ്സ്മാൻ സ്കീം നിലവിൽ വന്നത് 2018 ഫെബ്രുവരി 23-നാണ്. മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ എന്താന്ന് നോക്കാം. നിക്ഷേപകരിൽ നിന്നും പണം സമാഹരിച്ച് ഓഹരി കമ്പോളങ്ങൾ, കടപ്പത്രങ്ങൾ, അടിസ്ഥാന വികസന മേഖല എന്നിവയിൽ നിക്ഷേപിക്കാൻ സഹായിക്കുന്ന സംവിധാനമാണ് മ്യൂച്വൽ ഫണ്ട് സംവിധാനം. പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾക്ക് ഉദാഹരണങ്ങൾ എവിടെ നോക്കിക്കോളൂ. യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ UTI, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ മ്യൂച്വൽ ഫണ്ട്, LIC MF, SBI മ്യൂച്വൽ ഫണ്ട് ഇവയൊക്കെയാണ്. മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ തൽക്കാലം ഇത്രയാണ് നോക്കാനുള്ളത്. ഇൻഷുറൻസ് എന്താ നോക്കാം. വ്യക്തികളുടെ ജീവനും സ്വത്തിനും സാമ്പത്തിക സംരക്ഷണം നൽകുന്ന സ്ഥാപനങ്ങളാണ് ഇൻഷുറൻസ് കമ്പനികൾ. വ്യക്തികളുടെ ജീവനും സ്വത്തിനും സാമ്പത്തിക സംരക്ഷണം നൽകുന്ന സ്ഥാപനങ്ങളാണ് ഇൻഷുറൻസ് കമ്പനികൾ. ഇന്ത്യയിലെ ആദ്യത്തെ ലൈഫ് ഇൻഷുറൻസ് കമ്പനി ഓറിയന്റൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനി 1818, ആസ്ഥാനം കൊൽക്കത്തയാണ്. ആദ്യ ഇന്ത്യൻ ലൈഫ് ഇൻഷുറൻസ് കമ്പനി ബോംബെ മ്യൂച്വൽ ലൈഫ് അഷുറൻസ് സൊസൈറ്റി 1870. അപ്പൊ കൂട്ടുകാരെ, തൽക്കാലം ഇന്ന് ഇത്രയും കാര്യങ്ങൾ നോക്കി ഇന്നത്തെ ക്ലാസ്സുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. തുടർന്ന് ഇതിന്റെ ബാക്കി ഭാഗങ്ങളുമായിട്ട് നാളത്തെ ക്ലാസ്സുകളിൽ കണ്ടുമുട്ടും വരേക്കും സൈനിങ് ഓഫ് KL01 വേൾഡ് ഓഫ് നോളജ്. ബൈ.